ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ അരുണിനെയും ഐശ്വര്യയും കാറിൽ പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അരുൺ ഒരു വക്കീലിനെ കാണാൻ ചെല്ലുന്നു. വക്കീലിനോട് പറയുന്നുണ്ട് ഐശ്വര്യയുമായിട്ടുള്ള ഡിവോഴ്സ് വേണം, അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത്. വക്കീലിനെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. വക്കീൽ എപ്പോൾ പറയുന്നുണ്ട്, ഒരു കണക്കിന് നോക്കിയാൽ ഐശ്വര്യയുടെ ഭാഗത്ത് തെറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ വീട്ടുകാരാണ് നിങ്ങളോട് ചതി ചെയ്തതും വിവാഹം കഴിപ്പിച്ചതെന്നും ഒക്കെ പറയുന്നു. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോ ഐശ്വര്യയെ സഹിക്കാൻ പറ്റുന്നില്ല, അവളാണെങ്കിൽ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു. അവൾക്കാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോലും താല്പര്യമില്ല, എനിക്കാണെങ്കിൽ ശ്രീകുട്ടി എന്നൊരു മകളും ഉണ്ടെന്നൊക്കെ പറയുന്നു. വക്കീൽ എപ്പോൾ പറയുന്നുണ്ട്, ആ കാരണമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിവോഴ്സ് വാങ്ങാമെന്നൊക്കെ, എന്തായാലും ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അഖിലിനെ ആണെങ്കിൽ ജോലിക്ക് കമ്പനിയിലേക്ക് എടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അഖിലിനോട് കമ്പനിയിലേക്ക് തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യയാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ജീവിതം പോയി, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ആ സമയത്ത് ആനന്ദവർമ്മയും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. ഐശ്വര്യ ഇപ്പോൾ വിഷമത്തോടെ, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ജീവിതം പോയെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് ശ്യാമയും വരുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ശ്യാമയോട് ചോദിച്ചോളാം എന്നൊക്കെ പറയുന്നു. എല്ലാവരും അപ്പോൾ ശ്യാമയോട് എന്താണ് നടന്നതെന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. ആനന്ദവർമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അരുൺ ഇപ്പോൾ എവിടെയെന്ന്. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, എന്നെ ഇടയിൽ വെച്ചാണെങ്കിൽ ഇറക്കി വിട്ടു, എന്നോട് പൊക്കോണമെന്ന് പറഞ്ഞു, ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ. ആദിത്യനോട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അരുണിനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറയാനെന്നൊക്കെ പറയുന്നു. അരുൺ വീട്ടിലേക്ക് വരുന്നു. ആനന്ദവർമ്മയാണെങ്കിൽ ഐശ്വര്യ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങൾ ഇവളെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഇവളെ വെട്ടി നുറുക്കി കടലിലേക്ക് എറിയണം, പക്ഷെ ഞാൻ അത് ചെയ്താൽ ജയിലിൽ പോകും, എന്റെ മകൾക്കാണെങ്കിൽ അപ്പോൾ അച്ഛനില്ലാതാകും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇവളുടെ ശല്യം കൊണ്ട് എനിക്ക് എങ്ങോട്ട് പോകാനേ വയ്യ, ഇവൾ എന്നെ പിന്തുടർന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇവളുടെ കൂടെ ജീവിച്ചെനിക്ക് മതിയായെന്നൊക്കെ പറയുന്നു. ഇവളാണെങ്കിൽ ശ്യാമയുടെ കുഞ്ഞിനെ കൊല്ലാൻ പോലും വിഷം കൊടുത്തവളാണ്, അങ്ങനത്തെ സ്വഭാവമുള്ളവളാണെന്നൊക്കെ പറയുന്നു. അരുണാണെങ്കിൽ വസുന്ധരാമയോടും ആദിത്യനോടും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടാണ് എന്റെ ജീവിതം തകർത്ത് എന്നെ കോമാളിയാക്കിയതെന്നൊക്കെ പറയുന്നു. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, 2 ദിവസത്തിനുള്ളിൽ ആ തീരുമാനം നിങ്ങളും അറിയുമെന്നൊക്കെ പറയുന്നു. ഇനി നിങ്ങൾക്കെല്ലാം ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അരുണോട് പോകല്ലെന്നും പറഞ്ഞ് എല്ലാവരും ആണെങ്കിൽ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ അരുൺ കേൾക്കുന്നില്ല. അരുൺ കാറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്യാമ പോയി തടയുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, അരുണേട്ടൻ പോയാൽ ഞാനും അഖിൽ സാറും ഇവിടെ നിന്ന് പോകും, എന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം, എന്റെ ആഗ്രഹം അതാണ്, എന്നെ ഒരു അനിയത്തിയായിട്ടാണ് കാണുന്നതെങ്കിൽ അരുണേട്ടൻ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ കണ്ടതല്ലേ എന്നെ എത്രമാത്രം ഈ ഐശ്വര്യ നാണം കെടുത്തിയെന്ന്, ഇനിയും ഇവളുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഏട്ടൻ എന്നെ അനിയത്തിയായിട്ടാണ് കണ്ടിട്ടുള്ളതെങ്കിൽ, സ്വന്തം അനിയത്തിയായിട്ടാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും പോകില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അരുണാണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. ഐശ്വര്യ ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അരുൺ വീടിനുള്ളിലേക്ക് കയറുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്